ഞാൻ എന്താ പാലും ക്രീമും വാങ്ങിയിട്ടോ വന്ന് കുറച്ച് ദിവസമായില്ലേ തീർന്നിട്ടും. അപ്പം ഇന്ന് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി ചായ കുടിക്കാൻ വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുറത്തുനിന്നല്ല ചായ കുടിക്കൽ, അതുകൊണ്ട് ഉണ്ടാക്കാം. ഈ ക്രീം കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഞാൻ അങ്ങനെ ക്രീം ഉപയോഗിച്ചിട്ടല്ല കോഫി ഉണ്ടാക്കി, ഞാൻ പാൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ക്രീമും ഇതാക്കിയിട്ടാട്ടോ എന്താ കോഫി ഉണ്ടാക്കൽ. എനിക്കിങ്ങനെ പ്രശ്നമില്ല. ഞാൻ എന്താ പറയുക, ഈ പാലുണ്ട്, ഈ പാൽ എനിക്ക് 3-4 ദിവസത്തേക്ക് കിട്ടും കേട്ടോ. ഞാൻ അതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത്, ചായയും കാപ്പിയൊക്കെ അതിനെ കൊണ്ടാണ് ഉണ്ടാക്കി. പിന്നെ ഇടയ്ക്ക് ഞാനും ക്രീം എടുത്തിട്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ക്രീമിനേക്കാൾ ഇഷ്ടം പാൽ വെച്ചിട്ടാണ്. പാലിലാണ് ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഓനിഷ്ടം ക്രീം ഇട്ടോ. ഞാൻ ഇന്ന് വാങ്ങിച്ചെന്ന ഡ്രസ്സാട്ടോ കേട്ടോ. ഇത് എനിക്ക് വിഷുവിന് വാങ്ങി തന്നതാണ്. ഇത് വിഷുവിന് അന്നിട്ട് പിന്നെ ഇന്നാണ് ഇടുന്നത്. ബ്ലാക്കാണ്. ഇതിൽ കുറേ ബ്ലാക്ക് ടോപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണ്. ബ്ലാക്ക് ഇടുമ്പോൾ നമ്മൾ മുഖത്തേക്ക് കുറച്ചുകൂടി ഒരു ഇത് തോന്നും, ഒന്ന് ഇതായ പോലെ തോന്നും ബ്ലാക്ക് ഇട്ടാൽ. നിങ്ങൾക്ക് ചായ വേണോ കാപ്പി വേണോ? ചായ. ഓക്കെ. പിന്നെ നമുക്കൊരു എക്സ്റ്റൻഷൻ വാങ്ങിക്കണം കേട്ടോ. ആ റൂമിലേക്ക് എക്സ്റ്റൻഷൻ വേണം. നമുക്ക് എക്സ്റ്റൻഷൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. പാത്രം ഇവിടെ കുറച്ച് ദിവസം കുക്ക് ചെയ്യാത്തതുകൊണ്ട് പാത്രങ്ങളൊക്കെ എവിടേക്കോ ആണ്. കുറച്ച് വെള്ളം എടുക്കണുള്ളൂ. ഇന്നിപ്പോൾ രണ്ടാളും കൂടി ഒരുമിച്ച് ചായ കുടിക്കുമ്പോഴേ ഒറ്റ കപ്പുള്ളൂ. അപ്പം ലോങ് ഗ്ലാസ് കുടിച്ചോളാം പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ കപ്പ് കുടിക്കാൻ വിചാരിച്ചു. അപ്പം ചായ കുടിക്കട്ടോ. ചായ കുടിച്ചിട്ട് നമുക്ക് ഡെയിലി പണികളിലേക്ക് കിടക്കാം കേട്ടോ. ചായ കുടിച്ചിട്ട് അഭിപ്രായം ഇവരധികം ഇങ്ങനത്തെ ട്രാക്സ് ആണ് കേട്ടോ ഇവിടെ. അത് മെയിനായിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ കൂടുതൽ പണികൾ ഉണ്ടാവല്ലോ. അതായത് തെർമോക്കോൾ കട്ട് ചെയ്യുക, അങ്ങനത്തെ മെയിൻ പരിപാടി. കുറച്ച് ഫിസിക്കലി വേണ്ട പണികളൊക്കെ വന്നാൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ ആയി വെറുതെ. അതിലും നല്ലത് ഇതിടുന്നത് ആ സുഖം എന്നല്ലേ, അതല്ലേ. ഞാനെപ്പോഴും ചായ കുടിച്ചെങ്കിൽ കേട്ടോ, കുറച്ചുകൂടി ചായ കുടിക്കാണ്ട്. ഓനിവിടെ ചായയൊക്കെ കുടിച്ച് ഗ്ലാസ്സൊക്കെ വെച്ചിട്ടോ. ഞാൻ കുറച്ച് സ്ലോ ആണ്. ഞാൻ വലിയ കാര്യത്തിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പം ഞാൻ ബാക്ക് ക്യാം വെച്ചിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. മുന്നിലാണെങ്കിൽ സ്റ്റോറേജ് ഫുള്ളായ നോട്ടിഫിക്കേഷൻ വന്ന് എടുക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാനിങ്ങനെ കുറേ സാധനം പറഞ്ഞിട്ട് തിരിച്ച് നോക്കുമ്പോഴാണ് കാണുന്നത്. ഞാൻ പറഞ്ഞൊന്നും റെക്കോർഡായിട്ടില്ല, സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് പറയണം. അപ്പോൾ ഞാൻ എന്തിനു പറഞ്ഞാൽ വെച്ചാൽ ചായ കുടിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് ഇട്ടിട്ടുണ്ട്, പ്രിൻ്റ് ഇടാൻ പോവാണ്. കാരണം ഇനി നമ്മൾ ഓൾറെഡി എൻഹാൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോസ്. അപ്പോൾ അത് പ്രിൻ്റ് ഇടാനുള്ളൂ. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഫ്രെയിംസൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. അതായത് മറ്റ് നമ്മൾ ഫ്രെയിം വരാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളവിടെ പോയി ഫ്രെയിം എടുക്കേണ്ടി വരും. അപ്പോൾ ഇന്നലെ എടുത്തത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഫ്രെയിം എടുക്കേണ്ട എന്നാണ് പറയുന്നത്. ഫ്രെയിം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തെർമോക്കോളും ബാക്കിയുണ്ട് കേട്ടോ. അപ്പം തെർമോക്കോൾ എടുക്കേണ്ട, ഫ്രെയിം എടുക്കണം. അപ്പം നമുക്ക് എന്താ പാക്കിങ് പരിപാടി കുറച്ച് നേരത്തെ ചെയ്യാൻ പറ്റും, ഹറിബറി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തോട്ടെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രിൻ്റർ നല്ല പോലെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല, കറക്റ്റായിട്ട് തന്നെ വന്നിക്കും, കുഴപ്പമില്ല. ഇനി ഇത് സിൽക്ക് ഇട്ടിട്ട് ആ റൂമിലേക്ക് കൊണ്ടുപോകണം. പിന്നെ എന്താ ഉള്ളത്, ഒരു A5 ആട്ടോ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. A5 നമ്മളിങ്ങനെ A3ൻ്റെ ഷീറ്റിൽ 2 എണ്ണമായിട്ടാട്ടോ എടുക്കുക. A4 എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഒറ്റ ഒരു A5 കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ വെറുതെ വേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ A3ലാണെങ്കിൽ 2 എണ്ണമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കേട്ടോ ഷേല്. അപ്പം ഇനി A5 പ്രിൻ്റ് ഇടാണ്ട്, ബാക്കിയുള്ള A3യും A4ഉം പ്രിൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടോ. ഇത് ഫ്രെയിം കുറേ ദിവസമല്ല നമ്മൾ ഇവിടുന്ന് മാറ്റണം എന്ന് പറയുന്നത്, അതുകൊണ്ട് ഫ്രെയിം തന്നെ വീണു. ഫ്രെയിം തന്നെ തോന്നുന്നു താനെ അങ്ങോട്ട് വീഴാൻ, അതുകൊണ്ട് താഴെ വീണു. രാവിലെ വന്നപ്പോൾ ഇത് വീണെടുക്കുന്നത്. ഇതിന് കുറേ ആയിട്ടോ, ഒരു 2-2.5 കൊല്ലമായി ഇതിൻ്റെ മുകളിൽ. അതായത് നമ്മൾ ഈ റൂം മാറിയപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇതായി ഈ ഒരു സ്റ്റിക്കറിൻ്റെ മുകളിൽ നിൽക്കുന്നത്. വീഴാനായിട്ട് തന്നെ കുറച്ച് ദിവസമായി തൂങ്ങി നിൽക്കുന്നത്. പക്ഷെ എന്നാലും അതിന് നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാകുന്നത്, അത് താനെ അങ്ങോട്ട് വീണ്. അപ്പോൾ അത് വീണ്. അപ്പോൾ ആക്ച്വലി ലഞ്ച് ബ്രേക്ക് ആയിട്ടോ, നമ്മളൊന്നും തിന്നിട്ടില്ല അത്ര നേരം. രാവിലെ ചായ കുടിച്ചത് മാത്രമാണ്. പക്ഷേ ലഞ്ച് ബ്രേക്ക് സമയം എന്തായാലും, അതായത് ചോറ് കിട്ടുന്ന ടൈം കഴിഞ്ഞ്. ഇപ്പം എല്ലാ സ്ഥലത്തും ചോറ് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സമയമായി, 3 മണി ആവാനായി. അപ്പം ഇനിയിപ്പം ചോറിന് പകരം വേറെ എന്തെങ്കിലും തിന്നല്ലേ നോക്കി. ഇന്നിവിടെ എന്തോ കച്ചറുണ്ട് കേട്ടോ, എന്തോ ഓട്ടോക്കാരനായിട്ടുള്ള സീനാന്ന് തോന്നുന്നു. എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്തോ ഒരു കച്ചറയാണ് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞു ഇടയ്ക്കൊരു റോഡായതുകൊണ്ടേ ഒരു കച്ചറ എന്തൊക്കെ ഓരോന്നും ഇങ്ങനെ നടക്കില്ല, ഓരോ സംഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഓരോ കച്ചറയൊക്കെ കാണാം. ഇന്നാൾ ഞാൻ 2 പ്രാവശ്യം ബസ്സിൻ്റെ ആൾക്കാരെ കച്ചറ ഉണ്ടല്ലോ, ഇന്നിപ്പോൾ ഓട്ടോക്കാരനായിട്ടാട്ടോ കച്ചറ, എന്താ അറിയില്ല, ഒച്ചയൊക്കെയുണ്ട്. ഫുഡ് നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങി വരാം, അതാണ് നല്ലതെന്ന് കഴിക്കുന്നില്ലേ. ആകുമ്പോൾ മറ്റ് വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ലേറ്റ് ആവും ഇവിടെ കൊണ്ടുവരാം. അപ്പം നമ്മളെ പണിയും ലേറ്റായി പോകും. ഇതാകുമ്പോൾ നമുക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങി വരാമല്ലോ. പിന്നെ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, ഇവിടെ അടുത്ത് തന്നെയാണ്.
ഞാൻ ചോറിന് വിളിച്ചു നോക്കി കേട്ടോ, പക്ഷെ അവിടെ ചോറ് കഴിഞ്ഞു. അവരെന്തായാലും 2:30 ആകുമ്പോഴത്തേക്കും ചോറ് കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുത്തെ ഹോട്ടലിൽ പോയിട്ട് മധുഹൂത്ത് എന്തെങ്കിലും വാങ്ങിയിട്ട് തിന്നാം. താഴോട്ട് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അന്നൊരു ട്രൈപ്പോഡ് ഓർമ്മ ഉണ്ട്, നമ്മളത് ലെങ്ത്തിലായിട്ട് റിട്ടേൺ വെച്ച് നമ്മൾ വേറെ ബുക്ക് ചെയ്തിന്, അത് വന്നിട്ടുണ്ട്. അപ്പം ഒരു ഡെലിവറി പോയി താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി താഴോട്ട് ഇറങ്ങാണല്ലോ, അപ്പം അവിടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ച്. തെർമോക്കോളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് അതൊന്നും വാങ്ങിക്കണ്ട. നമ്മളെന്തായാലും താഴോട്ട് ഇറങ്ങിയത് നന്നായിട്ടോ. കാരണം എന്താ വെച്ചാൽ ആള് കാലിൽ ചെറിയൊരു പ്രശ്നമുള്ള ആളാണ്, അപ്പോൾ ആ സ്റ്റെയർ കയറി വരാൻ ബുദ്ധിമുട്ടെങ്കിലും. പിന്നെ ഈ ടൈം ഡെലിവറിക്ക് ഇറങ്ങുന്ന ആൾക്കാരെ സമ്മതിക്കാൻ ഭയങ്കര വെയിലല്ലേ, പ്രത്യേകിച്ച് ഈ പകല് ഈ വെയിലത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് ഡെലിവറി ചെയ്യാൻ പോകുന്നത് ഭയങ്കര ടാസ്കുള്ള പരിപാടിയല്ലേ. അപ്പോൾ നമ്മൾ ആ ഫുഡ് വാങ്ങാൻ വേണ്ടി പോകാട്ടോ. അവിടെ അടുത്ത് കുറച്ച് ദൂരം പോകാൻ. നമ്മൾ ആക്ച്വലി മധുഹൂത്ത് വാങ്ങാൻ വിചാരിച്ച് വന്നേനെ, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പ്ലാൻ മാറ്റി ബിരിയാണി ആക്കി. കാരണം എന്താ വെച്ചാൽ ഈ ബിരിയാണി എന്തൊരു കുറേ കാലമായിട്ടോ, ഞാൻ ബിരിയാണി കുറേ അധികം മധുഹൂത്ത് തന്നെയാണ് വാങ്ങൽ. അപ്പം ഇവിടെ വന്നപ്പോൾ ബിരിയാണി തിന്നാൻ തോന്നി, അങ്ങനെ ബിരിയാണി ആക്കി. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങി ഇവിടെ എത്തിയിട്ടോ. അത് തുറന്നു നോക്കണം എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറയാൻ വന്നത് വേറെ എന്തോ, ഈ മൈക്ക് എടുക്കുക വർക്ക് ചെയ്യില്ല കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഉണ്ടാവും മൈക്ക് എന്താ പറയുക നോയ്സൊക്കെ ആയിട്ടുണ്ടാവും. മൈക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ബിരിയാണി തിന്നിട്ട് കുറേ കാലമായിട്ടും എന്താ എങ്ങനെ ഉണ്ട്, നല്ല ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, ഇവരോട് കുത്തി നിറച്ചിട്ടെന്ന് തോന്നുന്നു. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉച്ച കഴിഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ ഇത്രയും കുത്തി നിറച്ചിട്ടേക്കോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് ഈ പാത്രത്തിൻ്റെയും മുകളിലുണ്ടോ ഇങ്ങനെ നിൽക്കണേ. അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക്. പക്ഷെ റൈസ് വേറെ ടൈപ്പ് റൈസ് കേട്ടോ, ഈ റൈസ് അത്ര ഇഷ്ടമല്ല. പക്ഷെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, സ്മെല്ല് കൊള്ളാം. സ്മെല്ലുണ്ടല്ലോ നല്ല. അതെ, ചൂടും കിട്ടോ അത്യാവശ്യം. തിന്നോക്ക്, നല്ല ടേസ്റ്റാ. ഞാനിവിടെ നോക്കട്ടെ, ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്, ഓക്കെ. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ വയറ് ഫുള്ളായിപ്പോയി. ബിരിയാണി കഴിച്ചുകൊണ്ടാകുന്ന എനിക്ക് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രിൻറ്റിങ് കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രൈപ്പോഡ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. വലിപ്പം എന്നൊക്കെ അറിയാം, ഇല്ലെങ്കിൽ വലിപ്പമില്ലെങ്കിൽ വേണ്ടത് റിട്ടേൺ അയക്കണമല്ലോ. വലിപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കാം, നമുക്ക് നോക്കി നോക്കാം. കയ്യില്ല പ്ലേറ്റൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പോയി നോക്കാം. പ്രിൻറ്റിങ് ഇപ്പം കയ്യാറായിട്ടോ, ഈ പേപ്പർ കൂടി ഇട്ടാൽ കേട്ടോ. ട്രൈപ്പോഡ് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ, എന്താ അവസ്ഥ അറിയാലോ. എടുക്കാൻ കുറച്ച് പാടട്ട്, കണ്ടിട്ട് കുറച്ച് നീളമുള്ള കാര്യമുണ്ട് കേട്ടോ. റിമോട്ട് ഉണ്ട് മറ്റേതിൻ്റെ പോലെ തന്നെ, അതാണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും നീളം കേട്ടോ, എന്നേക്കാളും ഹൈറ്റ് ഉണ്ട് ഇതിന്. ഞാൻ വിചാരിച്ചതിൽ നീളം കേട്ടോ, എന്നേക്കാളും ഹൈറ്റ് ഉണ്ട് ഇത് കറക്റ്റ്. പക്ഷേ ഈ ചെറുതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമോ അങ്ങനെയല്ല, ഇനിയും വലുതാക്കാൻ പറ്റുമില്ലല്ലോ എത്ര തന്നെ. ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് തോന്നുന്നു എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഞാൻ ഇതിൻ്റെ അത്ര ഉള്ളൂ. ഇനി ഇതിൽ വെച്ച് നോക്കിയിട്ട് വീഡിയോ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ട്രൈപ്പോഡിൽ വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. എന്താണ് ആ റിമോട്ട്, മറ്റേ റീൽസിൽ കാണുന്ന ഒരു കുഞ്ഞ് റിമോട്ടില്ലേ, അത് കണക്ട് ചെയ്തില്ല, ജസ്റ്റ് ഞാൻ എടുത്ത് നോക്കി. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു രസമില്ലേ കാണാനൊക്കെ. അപ്പോൾ അതാണ് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ വിചാരിച്ചാൽ എൻ്റെ മറ്റേ ആകെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഇതിൻ്റെ ഹൈറ്റൊക്കെ. അപ്പോൾ പ്രിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുവയ്ക്കട്ടെ. സിൽക്ക് ഞാൻ അങ്ങോട്ട് എടുത്ത് തികഞ്ഞില്ല, അപ്പം ഇവിടുന്ന് ഇടാൻ വിചാരിച്ച്. ഇതും കൂടെ ഉണ്ട് കൂടുതൽ. പിന്നെ ഇത് കസ്റ്റമർക്ക് ഫോട്ടോ വേണം, അപ്പോൾ അത് ഫസ്റ്റ് എന്താ ഫ്രെയിം ആക്കിയിട്ട് ഫോട്ടോ അയച്ചെടുക്കാം, എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ അതവിടെ പാക്കിങ് നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ.
ഒന്നിവിടെ പാക്ക് ചെയ്ത് നമ്മളെന്താ സിൽക്കിയിലിട്ട് വെച്ചിട്ടോ. ഇനി ഇവിടെ ഉള്ളത് കൂടി സെറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഫ്രെയിം ആക്കിയിട്ട് വേണം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സമയം 6 മണി ആയിട്ടോ. അപ്പം 6:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തിക്കണം. ഫ്രെയിംസ് ഇത് അങ്ങനെ കേട്ടോ, തെർമോക്കോൾ വെച്ചിട്ട് 4 സൈഡിലും പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. ഇനി ഇത് കൊറിയർ ബാഗിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഒരു സെല്ലോ ടൈപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്നുകൂടെ റാപ്പ് ചെയ്യും കേട്ടോ. കുറച്ചും കൂടെ ഫ്രെയിംസ് പാക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ ഡിസ്പാച്ച് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്രജൈലിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കും കേട്ടോ. ഇത് ഇങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ, അങ്ങനെ റോളായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാനുള്ള അവിടെ കൊണ്ടുവച്ച് വന്നിട്ടോ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ DTDCൻ്റെ സെർവർ എന്തോ പ്രശ്നമായിട്ട് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇന്നിപ്പോൾ ഒരു കുറച്ചുകൂടി സമയം നോക്കി നോക്കാറുണ്ട്. ഇന്നിനി ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ ആയിരിക്കും ബുക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളത് ആ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിന് എനിക്ക് തണുത്ത എന്തെങ്കിലും കുടിക്കാൻ തോന്നിയിട്ട് ഇവിടെ ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി നോക്കിയതാണ്. ഞങ്ങൾ 2 വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ ഓർഡർ ചെയ്ത്. ആദ്യം കോൾഡ് കോഫി കുടിക്കാൻ വിചാരിച്ചേ, പക്ഷേ കോൾഡ് കോഫി ഇല്ല ഇവിടെ. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസ് ആക്കി. അപ്പം ഞാൻ എന്താ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പോകാൻ വിചാരിച്ചു. മുടിയൊക്കെ ഞാൻ ഓൾറെഡി ചീകി വെച്ചിട്ടോ. ലിപ്സ്റ്റിക്ക് കൂടി ഇട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ എന്താ പറയുക, ഒരു ജീവമില്ലാത്ത പോലെ. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് മറ്റു മുഖത്തൊരു ഉണർവ് ഉണ്ടാവില്ല. അതാണ് ആദ്യം കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ ഉണർവ്. ഇപ്പം കണ്ണെഴുതിയിട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിലും ഒരു ഉണർവില്ലാത്ത പോലെ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. നാളെ ഞാൻ ഉച്ച വരെ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ കല്യാണമാണ്. കല്യാണം മറ്റന്നാളെയാണ്. സോ നാളെ ഉച്ച തൊട്ട് മറ്റന്നാളെ വരെ ഞാൻ ലീവാണ്. കല്യാണം ഗുരുവായൂർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നാളെ ഗുരുവായൂരിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല. പിന്നെ പണികളൊക്കെ ഓണായിരിക്കും എടുക്കുക. അപ്പോൾ വീഡിയോ എടുക്കില്ല. അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. നാളെ രാവിലെ കുറച്ച് നേരത്തെ വന്നിട്ട് എനിക്കിവിടെ കുറച്ച് പണികൾ ചെയ്ത് വെക്കാനുണ്ട്. അതായത് എൻ്റേതായ കുറച്ച് പണികളുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് വെക്കണം. അതൊക്കെ തന്നെ. അപ്പം നമുക്ക് നാളെ 6 മണിക്ക് കാണാം കേട്ടോ. പിന്നെ ഞാൻ നാളെ ഞാൻ പോയിട്ട്, അതായത് ഓഫീസിലത്തെ കാര്യങ്ങൾ മാത്രമല്ലാണ്ട് നാളെ ഞാൻ പോകുമ്പോഴുള്ള വീഡിയോ കൂടി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തില്ല. പക്ഷേ എനിക്ക് ഇതിങ്ങനെ ഇപ്പം നമ്മൾ കുറേ ദിവസമല്ലോ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ നാളെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെ വർക്കൗട്ടായി വരുന്നുള്ളതൊക്കെ. കാരണം വെച്ചാൽ പുറത്തുനിന്ന് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ കുറച്ചങ്ങനെ സംസാരിച്ച് ശീലമുള്ളൂ. അല്ലാണ്ട് ഒറ്റ ഇങ്ങനെ കംപ്ലീറ്റ്ലി ആൾക്കാരെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് ശീലമൊന്നുമില്ല. അതുകൊണ്ട് നോക്കി നോക്കണം. അങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം. അപ്പം നാളെ നമുക്ക് 6 മണിക്ക് കാണാം കേട്ടോ.